കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭവനരഹിതരായ ആളുകൾക്ക് വിവിധ പദ്ധതികളിലായി ഓരോ വർഷവും പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി നിരവധിയായ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്നു. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഈ പദ്ധതികളെല്ലാം ഒരു ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ലയിപ്പിച്ച് കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ളത് ഇടതുപക്ഷം വലിയ മേനി പറയുന്നതാണ്. അങ്ങനെ ലൈഫ് മിഷനിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ നൂറുകണക്കിന് അപേക്ഷകർക്ക് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് എത്രയോ വർഷങ്ങളായി തുരുമ്പെടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ നിർമ്മാണ പ്രവൃത്തിയിലെ അശാസ്ത്രീയത, ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഇത് ലഭിച്ചാൽ ഉപയോഗപ്രദമല്ലാത്ത രീതിയിലുള്ള ഈ റൂമിൻ്റെ ഘടനകൾ, ഇതൊക്കെ നേരത്തെ പൊതുസമൂഹം ഉയർത്തിയ ആക്ഷേപങ്ങളായിരുന്നു. എന്നാൽ ആ ആക്ഷേപങ്ങളെ ഒന്നും വകവെക്കാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈഫ് മിഷൻ ഇപ്പോൾ ഇത് പരിപൂർണമായി കാടെടുത്ത് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇത്തരം ലൈഫ് മിഷനിലേക്ക് അപേക്ഷ നൽകിയ നൂറുകണക്കിന് ഗുണഭോക്താക്കൾ ഉണ്ടായ സ്ഥിതിക്കാണ് ഈ ഒരു അവസ്ഥ. തെരഞ്ഞെടുപ്പോട് അടുത്തു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ പഞ്ചായത്തിനോട് ചോദിക്കുന്നു, നമ്മുടെ പഞ്ചായത്തിൽ അർഹരായ ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് നിങ്ങൾ നിർമ്മിക്കുന്ന ഈ കെട്ടിടം എവിടെ എത്തി നിൽക്കുന്നു? ഈ കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ ചെലവഴിക്കപ്പെട്ട കോടികൾ എത്രയാണ്? ഈ കെട്ടിടം പൂർവ്വസ്ഥിതിയിലായി ഇതൊരു നിർമ്മാണ ഭവന യോഗ്യമാക്കുക എന്നുള്ളതും വാസയോഗ്യമാക്കുക എന്നുള്ളതും സാധ്യമായ കാര്യമാണോ? UDF ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഇന്ന് UDYFന്റെ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ ഈ ഭരണകൂട അനാസ്ഥക്കെതിരെ, നിർമ്മാണ പ്രവൃത്തിയിലെ ഈ അശാസ്ത്രീയതക്കെതിരെ, കോടികൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മാണ പ്രവൃത്തിക്ക് മുമ്പിൽ റീത്ത് വെച്ചുള്ള ഒരു സമരപരിപാടിക്കാണ് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിനും പറയുക എന്നുള്ളത്